ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 5 ശ്ലോകം 20. ന പ്രഹൃഷ്യേത് പ്രിയം പ്രാപ്യ നോദിജേത് പ്രാപ്യ ചാപ്രിയം സ്ഥിരബുദ്ധിരസമ്മൂഢോ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിതഃ. സ്ഥിരബുദ്ധിയും അസമ്മൂഢനും ബ്രഹ്മജ്ഞനുമായ ബ്രഹ്മനിഷ്ഠൻ പ്രിയത്തെ പ്രാപിച്ചാൽ പ്രഹർഷത്തെയോ അപ്രിയത്തെ പ്രാപിച്ചാൽ ഉദ്വേഗത്തെയോ പ്രാപിക്കുന്നില്ല. ഒരു ബ്രഹ്മനിഷ്ഠന്റെ സ്ഥിതിയെ പറയുന്ന ശ്ലോകമാണിത്. ഒരു ബ്രഹ്മനിഷ്ഠനായ ഒരു വിജ്ഞാനി എങ്ങനെയാണ് ഈ ലോകത്തെ അയാൾ നോക്കിക്കാണുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ ബ്രഹ്മജ്ഞാനി അല്ലാത്ത സാമാന്യ ജനങ്ങൾ, ലൗകികര് എങ്ങനെയാണ് കാണുന്നതെന്ന് കാണണം. അങ്ങനെയുള്ളവര്, ലൗകികര്, ബാഹ്യങ്ങളായ വസ്തുക്കളുടെ ലാഭത്തിലും നഷ്ടത്തിലും സുഖത്തെയും ദുഃഖത്തെയും ഒക്കെ ചിന്തിച്ച് അങ്ങനെ ഉഴറുകയാണ് ചെയ്യുന്നത്. ഇന്നത് കിട്ടിയാൽ എനിക്ക് സുഖമാകുമായിരുന്നു, ഇന്നത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ദുഃഖപ്രദമാകുമല്ലോ. അതുപോലെ തന്നെ ചില വ്യക്തികൾ വരുമ്പോൾ അവരോട് കൂടുതൽ പ്രിയം, ചില വ്യക്തികൾ വരുമ്പോൾ ഇവൾ വന്നല്ലോ എന്നുള്ളത്, ഇങ്ങനെയുള്ള ദ്വന്ദ്ങ്ങളൊക്കെ സംസാരികളുടെ ഇടയിലുണ്ട്. തനിക്ക് സുഖം തരുന്ന വസ്തുക്കളെ അടുപ്പിക്കാനും തനിക്ക് ദുഃഖം തരുന്നവയെ അകറ്റാനുമുള്ള ഒരു പ്രവണത നമ്മൾ കാണുന്നു. അപ്പോൾ അനുകൂലമായതിൽ സുഖബുദ്ധിയും പ്രതികൂലമായതിൽ ദുഃഖബുദ്ധിയും സാമാന്യ ലോകത്ത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഒരു ആത്മദർശിയായ ബ്രഹ്മവിജ്ഞാനിയെ സംബന്ധിച്ച് ഈ ബാഹ്യങ്ങളായ ഒരു വിഷയങ്ങളും തന്നെ അയാളെ ബാധിക്കുന്നില്ല, ഹർഷവിഷാദങ്ങളെ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അയാൾ വല്ല മരക്കുറ്റി പോലെയോ പ്രതിമ പോലെയോ ഒരു വികാരങ്ങളും ഇല്ലാത്ത ആളാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. അയാള് ബാഹ്യലോകത്ത് മറ്റാരേക്കാളും സ്നേഹിക്കാനും അയാൾക്ക് സാധിക്കും, ലോകത്തെ നോക്കിക്കാണാൻ അയാൾക്ക് കഴിയും. വളരെ ദൂരത്ത് ഒരാൾ മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അതൊരു ലാഘവ ബുദ്ധിയോടുകൂടി കാണുന്നുണ്ട്. എന്നാൽ ആ മരിച്ചത് തൻ്റെ അച്ഛനോ തൻ്റെ വേണ്ടപ്പെട്ടവരോ ആണെങ്കിൽ താൻ ആകെ ദുഃഖിച്ച് വിഷമിക്കുന്നുണ്ട്. ഒരു ബ്രഹ്മനിഷ്ഠനെ സംബന്ധിച്ച് രണ്ടും സമമാണ്. പക്ഷെ രണ്ടിനാലും അയാൾ ബാധിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം അയാൾക്ക് സുഖം, അതായത് ഒന്നിനോടും ഒരു പ്രതിബദ്ധതയും ഇല്ലെന്നോ, അയാൾ ആ ദുഃഖത്തിൽ, നമ്മൾ പറയാറില്ലേ ദുഃഖത്തിൽ പങ്കുചേരുക എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെ പങ്കുചേരുന്നില്ലെന്നോ അത്രയും ക്രൂര മനസ്കനാണെന്നോ അല്ല അർത്ഥം. മറ്റാരേക്കാളും അയാൾക്ക് ആ സുഖവും ദുഃഖവും അയാൾ കാണുന്നുണ്ടെങ്കിലും അത് ഒരു നിയതഭാവമാണെന്നറിഞ്ഞ്, ഒരു ലോക നിയമമാണെന്നറിഞ്ഞ് രണ്ടിലും അയാൾ സമചിത്തതയെ പാലിക്കുന്നു. രണ്ടും ദുഃഖപ്രദമായത് ദുഃഖപ്രദം തന്നെയാണ്, സുഖപ്രദമായത് സുഖപ്രദം തന്നെയാണ്. എന്നാൽ രണ്ടിനാലും ബാധിക്കപ്പെടാതെ സമചിത്തതയോടുകൂടി അതിനെ നേരിടാൻ അയാൾക്ക് സാധിക്കുന്നു. ഈ വക ദ്വന്ദ്ങ്ങളൊന്നും അയാളെ ബാധിക്കുന്നില്ല. എന്നാൽ വറുത്ത പയർവിത്തും വറുക്കാത്ത പയർവിത്തും കാഴ്ചയ്ക്ക് ഒരുപോലെ എന്ന പോലെ ഒരു അനുകൂല സാഹചര്യം വരുമ്പോൾ വറുത്ത പയർവിത്ത് മുളയ്ക്കില്ല, വറുക്കാത്തതും മുളയ്ക്കും. കാഴ്ചയ്ക്ക് ബ്രഹ്മവിജ്ഞാനിക്ക് പ്രത്യേകതയൊന്നുമില്ലെങ്കിലും സാമാന്യ ജനങ്ങളുടെ ഇടയിൽ തന്നെയാണെങ്കിലും എല്ലാറ്റിലും പങ്കുചേരുന്നുണ്ടെങ്കിലും അയാള് ഉള്ളിനെ ഉലയ്ക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? അയാൾ ബ്രഹ്മനിഷ്ഠനായതുകൊണ്ട്. ബ്രഹ്മത്തിലാണ് അയാൾ നിതരാം തിഷ്ഠതി, ഉറച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഈശ്വര നിശ്ചയമാണെന്നുള്ള ഉറപ്പിക്കാൻ അയാൾക്ക് കഴിയുന്നു. സാമാന്യ ജനങ്ങൾ അതൊക്കെ പറയുമെങ്കിലും അത് ഉൾക്കൊള്ളാൻ പലർക്കും സാധിക്കാതെ വരുന്നു. അങ്ങനെയാണ് അവർ ഈ വക ദ്വന്ദ്ങ്ങൾക്ക് അടിമപ്പെട്ട് ക്ലേശിക്കുന്നത്, വിഷമിക്കുന്നത്. അത് ബ്രഹ്മജ്ഞാനിക്കില്ല.
ഈശ്വര നിശ്ചയമല്ലാത്ത ഒന്നും തന്നെ ഇവിടെ ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് മറ്റാരേക്കാളും അയാൾക്ക് ലോകത്ത് സ്നേഹിക്കാനും സന്തോഷിക്കാനും സാധിക്കുന്നുണ്ട്. എന്നാൽ സാമാന്യ ജനങ്ങളെ സംബന്ധിച്ച് ഈ നാളെ അടുത്ത ആസന്ന ഭാവിയിൽ വരാൻ പോകുന്ന ക്ലേശത്തെ, ദുഃഖ സാഹചര്യത്തെ ആലോചിച്ചുകൊണ്ട് ഇന്നത്തെ സുഖ സാഹചര്യത്തെ പോലും അയാൾക്ക് ദുഃഖപ്രദമായിട്ടാണ് അയാൾ അനുഭവിക്കുന്നത്. ബ്രഹ്മജ്ഞാനിയെ സംബന്ധിച്ച് എല്ലാം ഈശ്വര നിശ്ചയം പോലെ എല്ലാം നടക്കട്ടെ, എല്ലാം നടക്കുന്നു, അതിലൊന്നും അയാൾക്ക് യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ, ബാഹ്യമായ ഭാവവ്യത്യാസങ്ങളുണ്ട്. ലോകത്ത് ജീവിക്കുമ്പോൾ ലോകമര്യാദയ്ക്കനുസരിച്ച് അയാൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഉള്ളിനെ ഇളക്കാൻ ഒരു ബ്രഹ്മജ്ഞാനിയെ സംബന്ധിച്ച് അയാളുടെ ഉള്ളിന് ഓളങ്ങൾ സൃഷ്ടിക്കാൻ ഈ ബാഹ്യമായ ഒരു സാഹചര്യങ്ങൾക്കും സാധ്യമല്ല. എന്നാൽ സാമാന്യ ജനങ്ങളെക്കാൾ അധികം ലോകത്തെ സ്നേഹിക്കാനും അയാൾക്ക് സാധിക്കും. എല്ലാം ഈശ്വരഭാവത്തോടു കൂടി നോക്കിക്കാണാൻ കഴിയും. അയാൾക്ക് ഒരാൾ തന്നെ സമീപിക്കുന്നു, അയാൾക്ക് എത്ര സന്തോഷം കൊടുക്കാൻ കഴിയുമോ അത്രയും അയാൾക്ക് സന്തോഷം കൊടുക്കാനും സാധിക്കും. എത്രയും ആനന്ദം കൊടുക്കാനും അയാൾക്ക് കഴിയും. ദുഃഖം കൊടുക്കാൻ അയാൾക്കോട്ട് സാധിക്കുകയില്ല. എല്ലാറ്റിലും സന്തോഷത്തോടു കൂടി, എല്ലാം ബ്രഹ്മഭാവത്തോടു കൂടി, അഹം ബ്രഹ്മാസ്മി എന്ന ഭാവത്തോടു കൂടി അയാൾക്ക് കഴിയുന്നു. അല്ലാതെ അയാളൊരു പ്രതിമ കണക്കെ യാതൊരു വികാരങ്ങളും ഇല്ലാത്ത ഒരു നിർവികാരനാണ് എന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. സാമാന്യ ജനങ്ങളുടെ സർവ്വവികാരങ്ങളും അയാൾക്കുണ്ട്. പക്ഷെ ആ വികാരങ്ങളൊന്നും തന്നെ തൻ്റെ ആന്തരിക നിഷ്ഠയെ ബാധിക്കുന്നില്ല എന്നാണ് അർത്ഥം. ബാഹ്യമായിട്ട് അയാളെ സമീപിക്കുന്ന ഏതൊരാൾക്കും അയാളുടെ ആ അന്തശീതളിമ, ആ സന്തോഷം, ആ ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. അയാളുടെ സ്വാർത്ഥതയ്ക്ക് അനുസരിച്ച് അയാൾ ഒന്നിനെയും തൻ്റെ സുഖത്തിനായിക്കൊണ്ടോ ദുഃഖത്തിനായിക്കൊണ്ടോ അയാൾ വിനിയോഗിക്കുന്നില്ല. എന്നാൽ അയാളെ സമീപിക്കുന്നവർക്ക് അയാൾ ഇത് എന്നോട് മാത്രം പ്രിയമുണ്ടല്ലോ, എന്നോട് കൂടുതൽ ഇഷ്ടമാണല്ലോ എന്നൊക്കെ തോന്നുന്ന വിധത്തിൽ, എല്ലാവരിലും തോന്നിക്കുന്ന വിധത്തിലായിരിക്കും അയാളുടെ ലോക ജീവിതം. അയാൾ അങ്ങനെ ആത്മാരാമനായിട്ട് തന്നിൽ തന്നെ വർത്തിക്കുന്ന ഒരു വിജ്ഞാനി അങ്ങനെ ഇവിടെ സുഖമായി ജീവിച്ചു പോകുന്നു. അയാൾക്ക് ഹർഷവിഷാദങ്ങളില്ല. അയാൾക്ക് ഹർഷവിഷാദങ്ങളെ ഉണ്ടാക്കാൻ ആർക്കുമൊട്ടും ആവുകയുമില്ല. അതുകൊണ്ട് അയാളെ സംബന്ധിച്ച് നിത്യ നൈമിത്തിക കാമ്യ കർമ്മങ്ങൾ ഒന്നും തന്നെ അയാൾ അനുഷ്ഠിക്കുന്നില്ല. നിത്യകർമ്മങ്ങളും കാമ്യകർമ്മങ്ങളും ഒക്കെ അനുഷ്ഠിക്കുന്നത് തനിക്ക് ജീവിതം സുഖപ്രദമാവണമെന്ന് വിചാരിച്ചിട്ടാണ്. അയാൾക്ക് സുഖപ്രദമെന്നോ ദുഃഖപ്രദമെന്നോ ഭേദമില്ല. എല്ലാം ഈശ്വര നിശ്ചയമാണ്. എല്ലാം അയാൾക്ക് സുഖപ്രദമാണ്. അതുകൊണ്ട് അയാൾക്ക് പ്രത്യേകിച്ചൊരു പ്രാർത്ഥനകളോ വഴിപാടുകളോ അതുപോലെ തന്നെ മറ്റുള്ള കർമ്മങ്ങളോ ഒന്നും തന്നെ അയാൾ ചെയ്യുന്നില്ല. അയാൾ ഒന്ന് മാത്രം ആത്മാരാമനാണ്, ആത്മാവിൽ രമിക്കുന്നവനാണ്. ഇന്ദ്രിയാരാമനല്ല, ആത്മാവിൽ രമിക്കുന്നവനാണ്. അയാള് കാര്യാന്തരത്തെ, ഇത് ഒരു വഴിപാട് കഴിച്ചു അതുകൊണ്ട് ഇന്ന ഗുണമുണ്ടായി, അങ്ങനെയുള്ള കാര്യാന്തരത്തെ ഒന്നും അയാൾ ഇച്ഛിക്കുന്നില്ല. കാരണം എല്ലാം ഈശ്വര നിശ്ചയമായി മാറുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് തനിക്ക് നേടാനോ ഒന്നും നഷ്ടപ്പെടാനോ ഇല്ല. എപ്പോഴും സന്തോഷം മാത്രം. ഇങ്ങനെയുള്ള ബ്രഹ്മനിഷ്ഠന് പ്രിയാപ്രിയങ്ങളും അതിനാൽ തന്നെ ഹർഷോദ്വേഗങ്ങളും ഇല്ലെന്ന് പറഞ്ഞതുപോലെ ബ്രഹ്മനിഷ്ഠനെ കുറിച്ച് തന്നെയാണ് ഇനിയും അടുത്ത ശ്ലോകത്തിൽ വിസ്തരിക്കുന്നത്. ആ ബ്രഹ്മനിഷ്ഠയിലേക്ക് ഉയരാൻ വേണ്ടിയുള്ള ഒരു പ്രചോദനവും കൂടിയാണ് ഈ ശ്ലോകങ്ങളെല്ലാം.